Good morning, friends. It's me, Simon, YouTube channel. Simon Varghese Facebook, Simon Varghese Instagram. Welcomes you all. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ലൈഫാണ് നമ്മൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ സ്കാംസ് ഉണ്ടാകുന്നു, ആക്ഷേപങ്ങളുണ്ടാകുന്നു, പ്രശ്നങ്ങളുണ്ടാകുന്നു. എന്നാൽ അതിന് ന്യായയുക്തമായ പരിശോധനയ്ക്ക് ശേഷം തള്ളിക്കളയുന്നു. കഴിഞ്ഞ ദിവസം ഒരു ഇതുണ്ടായി, ഒരു കേസ്, സുപ്രീം കോടതി ഒരു കേസ് പോയായിരുന്നു. രണ്ട് കമ്പനികൾ തമ്മിലുള്ള, അന്ന് നമ്മുടെ ചാനലിൽ പറഞ്ഞ കാര്യമാണ്, രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഒരു പ്രവർത്തനത്തെ, നികുതി അടച്ച പ്രവർത്തനത്തെ, അത് അവരെ സേവനം ചെയ്തില്ല, അവർ വർക്ക് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു കാര്യമില്ലാതെ കോടതി പോയി. അത് അവസാനം നാണം കിടേണ്ടി വന്നു. അതായത് ഒരു നന്നായി മുമ്പോട്ട് പോകുന്നൊരു ഗവൺമെൻറ്റിനെ വ്യാജമായ ആരോപണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തളർത്താൻ ശ്രമിക്കുമ്പോൾ അത് പോരാളിയായി തീരുകയാണ്. ഇതിപ്പം എന്തെല്ലാം വിഷയങ്ങൾ വന്നിട്ടും ജനകീയ എതിർപ്പുണ്ടായാലും ഒരു നിമിഷം പോലും പിന്നെ ഇരിക്കാൻ പറ്റത്തില്ല. ജനകീയമായ എതിർപ്പുണ്ടാകുന്നില്ലല്ലോ. ഇപ്പം തന്നെ ക്ഷേത്രത്തിലെ ചില അപാകതകൾ ശ്രദ്ധയപ്പെട്ടപ്പം സ്ട്രിക്റ്റ് ആൻഡ് സ്ട്രിഞ്ചൻ്റ് ആക്ഷൻ എടുക്കുന്നത്, അതൊരു വിട്ടുവീഴ്ചയില്ലാതെ ആർക്കും കുറ്റം പറയാൻ കഴിയാത്ത തരത്തിൽ തീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കുകയാണ്. അവിടെയാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ ശക്തിയും പ്രവർത്തനവും നമ്മൾ വിലയിരുത്തുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ആക്ഷൻ എടുക്കണം. കൾപ്രിറ്റ് ഉണ്ടെങ്കിൽ, നമുക്കറിയില്ല, ഇതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയില്ല. നമ്മൾ പത്രം വായിക്കുകയും TV കാണുകയും അവരുടെ താല്പര്യം മാത്രമേ കേൾക്കുന്നത്. നമുക്ക് വ്യക്തിപരമായി അറിയില്ലല്ലോ സത്യം എന്താണെന്ന്. അപ്പോൾ അറിയട്ടെ, അന്വേഷണം വരട്ടെ. ഏറ്റവും മികച്ച IPS ഓഫീസർമാരെ വെച്ച് വേണം അന്വേഷിക്കാൻ. ജനങ്ങൾക്കത് ബോധ്യപ്പെടണം. അങ്ങനെ വരുമ്പം ഈ കുമിളയും പൊട്ടിപ്പോവും. പക്ഷേ കൾപ്രിറ്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവൻ ശിക്ഷിക്കപ്പെടുകയും വേണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അങ്ങനെ അങ്ങ് പോട്ടെ, അല്ലേ? എന്തായാലും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ യുവാക്കൾ നേരിടുന്ന പ്രശ്നത്തെ പറ്റിയാണ് ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഒരു കൗമാരം തൊട്ട് യുവത്വത്തിലേക്ക് വരുമ്പോൾ തൊട്ട് അവനെ ഒരു പ്രത്യേക വ്യക്തിയായിട്ടാണ് സമൂഹം കാണുന്നത്. അതിൻ്റെ കാരണമുണ്ട്. ഇവരുടെ രീതികൾ പലപ്പോഴും പഴയ കാലത്തെ യുവാക്കളുടെ രീതി അല്ല. അവരവരുടേതായ ഒരു ലോകത്ത് ജീവിക്കുന്നു. അവർക്ക് ആരെയും ശല്യപ്പെടുത്താൻ ഇഷ്ടമില്ല, ആരെയും താഴ്ത്തിക്കെട്ടാൻ ഇഷ്ടമില്ല, ആരെയും പൊക്കിപ്പറയാൻ എന്നുവെച്ചാൽ അവരവരുടെ ഒരു മാന്യമായ ജീവിതത്തിലേക്ക് പോവുകയാണ്. പഴയ കാലത്തെ പോലെ കുശുമ്പും കുന്നായ്മയൊക്കെ ആയിട്ട് ഇരിക്കാൻ അവർക്ക് നേരെയില്ല. അതാണ് അതിൻ്റെ വ്യത്യാസം. അതുകൊണ്ട് തന്നെ ഗുഡ് മോർണിംഗ് സാർ. അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രശ്നമുണ്ട്. നമ്മളെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഉടനെ നമ്മൾ അവർക്ക് ശത്രുവായിട്ട് മാറുക, നാവ് കൊണ്ട്. എന്തായാലും യുവാക്കൾ പാറിപ്പറന്ന് നടക്കട്ടെ. നമ്മുടെ നാടിൻ്റെ ഐശ്വര്യം സ്റ്റഡീസ്, നമ്മളീ പറയുന്ന സ്റ്റഡീസും റിപ്പോർട്ടും വെച്ചാൽ വെറുതെ ഇങ്ങനെ ബ്ലഫ് ചെയ്യുകയല്ല, അത് ശ്രദ്ധിച്ചോണം. നമുക്ക് യൂത്ത് ദി പവർ ഓഫ് യൂത്ത് ഭയങ്കര കൂടുതലാണ് ഇന്ത്യക്ക്, എസ്പെഷ്യലി കേരളം. മിടുക്കന്മാരായ യൂത്തുണ്ട്. ചൈനയ്ക്കില്ലാത്തതും അതാണ്. അപ്പം ആ യൂത്തിനെ ഗുഡ് മോർണിംഗ് മുമ്പോട്ട് കൊണ്ടുവരണം, അവരെ സ്മാർട്ടാക്കണം. അതിനാണ് നമ്മൾ ശ്രമിക്കുന്നത്. നല്ല സ്ട്രോങ്ങായ യൂത്ത് വേണം, സ്ട്രോങ്ങായ നേഷൻ വേണമെങ്കിൽ, അല്ലേ? അപ്പോൾ അവരെപ്പറ്റി നമ്മൾ വളരെ കാര്യമായി ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യണം, വേണ്ടേ? അതാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു വലിയ മാറ്റം ഉണ്ടായത് നിങ്ങൾ അറിഞ്ഞോ ആവോ? അമേരിക്കയിൽ ഇവിടെ വന്ന് ഓരോ കത്തോലിക്ക സഭയിൽ തന്നെയുള്ള ചില ചെറിയ വിഭാഗങ്ങൾ ഏതെങ്കിലും രാജ്യത്ത് ഏതെങ്കിലും മൂലയൊക്കെ കണ്ടിട്ട് വന്ന് പറയും അവിടെ അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ അമേരിക്കയിൽ ചെന്നപ്പം വാഷിങ്ടണിൽ ഞങ്ങൾ പള്ളിയിൽ പോകുന്നൊക്കെ അവിടെ പള്ളി നിറച്ച ആളും ഭയങ്കര ഇതൊക്കെ ആയിരുന്നു. ഇപ്പോൾ കൊണ്ട് ഭയങ്കര ഒരു മാറ്റം, 6 മാസമായിട്ട് മാറ്റം. യുവാക്കളെല്ലാം പള്ളിയിലേക്ക് മടങ്ങി. ഓരോ പള്ളികളിലും യുവാക്കളുടെ തള്ളിക്കയറ്റമെന്ന് പറയാം. അപ്പോൾ അതിനെപ്പറ്റി പഠിച്ചപ്പോഴാണ് മനസ്സിലായത്
അവരോട് ചോദിച്ചു എന്താണ് വാട്ട് ഈസ് ദി മാറ്റർ, വൈ ആർ യു ടേണിങ് ഓൾ ടുഗദർ ടു ചേർച്ച്, വാട്ട് ഈസ് എ കോസ് എന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞത് ഞങ്ങൾ പലതും കണ്ടു, പലതും പഠിച്ചു, പലതും ആസ്വദിച്ചു, പക്ഷെ അവിടെയൊന്നും ഞങ്ങൾക്ക് സമാധാനം കിട്ടുന്നില്ല, ഞങ്ങൾക്ക് ഹാപ്പിനെസ് ഇല്ല, അതുകൊണ്ട് വി ആർ കമ്മിങ് ബാക്ക് ടു ജീസസ്. ഞങ്ങളങ്ങനെ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് അതായത് നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു ഫിനോമിനാണത്. അമേരിക്കയിൽ എന്നും ഒരു കാത്തലിക് ഡോമിനൻസി ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് ഭയങ്കരമായിട്ട് കൂടി. യുവാക്കളെല്ലാം വിട്ടുപോയാൽ തിരിച്ചു വന്നു. ഇത് അമേരിക്ക മാത്രമല്ല, യൂറോപ്പിലും സൗത്ത് ആഫ്രിക്കയിലും ഒക്കെ വരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ശാന്തി സമാധാനമുള്ളൊരു ജനത. അത് ക്രൈസ്റ്റിലൂടെ ആണെങ്കിൽ ക്രൈസ്റ്റിലൂടെ നടക്കട്ടെ അല്ലേ. എന്തായാലും അമേരിക്കയിൽ ഇപ്പോൾ എൻ്റെ അളിയൻ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി പറയുന്നത് ഭയങ്കര മാറ്റമാണ് കാണുന്നതാണ്. തീർച്ചയായിട്ടും അപ്പം നമ്മളെ മേൽക്കോയ്മ പോകാതിരിക്കട്ടെ അല്ലേ. ഇപ്പോൾ സൗത്തിലും അതായത് ഇന്ത്യയിൽ ഉള്ള ആളുകൾ വളരെ ഡീപ്പായിട്ടുള്ള ഒരു വിശ്വാസത്തിലാണ് പോകുന്നതെന്നൊരു പറച്ചിൽ യൂറോപ്പിലൊക്കെ ഉണ്ട്. മുമ്പോട്ട് പോകട്ടെ, കൂടുതൽ ആളുകൾ ഇതൊക്കെ മനസ്സിലാക്കട്ടെ, യുവാക്കൾ മനസ്സിലാക്കിക്കൊണ്ട് തങ്ങളുടെ പാതയിലേക്ക് വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അപ്പോൾ യുവാക്കൾക്ക് നമുക്ക് കൊടുക്കേണ്ടുന്ന കാര്യങ്ങൾ മെച്ചപ്പെട്ട വിദ്യാഭ്യാസമാണ്, മെച്ചപ്പെട്ട അവസരങ്ങളാണ്. അവരെ ഇങ്ങനെ ഓപ്പണായിട്ട് മത്സരിക്കാനോ ഇൻസൾട്ട് ചെയ്യാനോ പാടില്ല. അതായത് ചുമ്മാ ഒരു കാര്യമില്ലാതെ അത് ചില പൊതുസ്ഥലങ്ങളിലും മതസ്ഥാപനങ്ങളിലൊക്കെ ഇവർക്കൊന്നും തിരിച്ചു പറയാൻ കഴിയാത്തത് കൊണ്ട് അവരെ ഇൻസൾട്ട് ചെയ്യുക. അപ്പോൾ അവരങ്ങ് ഒതുങ്ങുക, അവരെ വിട്ടങ്ങ് പോവുക. ഇപ്പോൾ എവിടെയെങ്കിലും തിക്താനുഭവം ഉണ്ടായാൽ പിന്നെ അവരാ വഴിക്ക് വരത്തില്ല. അത് പള്ളിയിലായാലും അമ്പലത്തിലായാലും മോസ്കിലാണേലും വരത്തില്ല. അപ്പോൾ അവിടെയുള്ള മുതിർന്നവർ ശ്രദ്ധിക്കേണ്ടുന്നത് കുട്ടികളെ അപമാനിക്കാനും ഇൻസൾട്ട് ചെയ്യാനും ശ്രമിക്കരുത്. തെറ്റുപറ്റാം, മനുഷ്യരല്ലേ, ദൈവത്തിനൊഴിച്ച് ആർക്കും തെറ്റുപറ്റാതിരിക്കത്തില്ല. ചിന്തയിലൂടെ, വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെയൊക്കെ തെറ്റുപറ്റാം തീർച്ചയായിട്ടും. അപ്പോൾ നാം ചെയ്യേണ്ടത് തെറ്റുകൾ നമുക്ക് മനസ്സിലാകുമ്പം അവനെ പേഴ്സണലായി വിളിച്ച് അവനെ സ്നേഹത്തോടെ പോസിറ്റീവായി ശാസിക്കാം. അത് മനസ്സിലാകും, അല്ല ഇൻസൾട്ട് ചെയ്യല്ലേ വേണ്ട പൊതുസമൂഹത്തിൽ. അങ്ങനെ ഒന്നിൻ്റെ സന്ദർഭത്തിൽ നമ്മൾ കാണുന്നത് കൊണ്ടാണ് ഇത് പറയാൻ കാര്യം. നമ്മൾ ഒന്നും മിണ്ടാൻ മേല നമ്മൾ തല കുനിച്ച് അവിടെ നിന്ന് മാറിപ്പോവുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്കറിയാം ചെയ്തത് തെറ്റാണ്, അത് തിരുത്തേണ്ടതാണ് നമുക്കറിയാം. പക്ഷെ നമുക്ക് പറയാൻ പറ്റാത്ത തരത്തിലുള്ള സ്ഥലവും സമീപനമൊക്കെ ആയതുകൊണ്ട് പറയാതിരുന്നു. പക്ഷേ ഞാൻ ഓർത്തു നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് കൊണ്ടുവരണമെന്ന്. നമ്മുടെ കുട്ടികൾ 20 വയസ്സാകുമ്പോൾ അവൻ്റെ തലച്ചോറിൻ്റെ ആ ഒരു പ്രവർത്തനങ്ങളൊക്കെ ഏകദേശം ആകാൻ. ഈ 17-18 വയസ്സുള്ളവർക്ക് പറയാം എനിക്ക് ബൈക്ക് വാങ്ങിച്ചാൽ ഞാൻ കാരണം അവന് വേറൊരു ഓപ്ഷൻ ഇല്ല. മുതിർന്നവരായി നമുക്ക് കൊണ്ടും കൊടുത്തും ചാഞ്ഞും ചെരിഞ്ഞും അറിയാം. എത്ര കടമ്പിടുത്തം പിടിച്ചാലും വിട്ടുവീഴ്ച ചെയ്യാൻ അറിയാം. എനിക്കറിയാം, എൻ്റെ ഒരു ബന്ധുവായിട്ട് തന്നെ പറയാം, വിവാഹത്തിൻ്റെ തലേദിവസം ഒളിച്ചോടിപ്പോയി. BSc നേഴ്സിംഗ് കഴിഞ്ഞ പെങ്കൊച്ചാണ്, അവൾ ഒളിച്ചോടിപ്പോയി. അവിടെ അപ്പം ഭയങ്കര കരച്ചിൽ. ഞങ്ങളൊക്കെ കല്യാണത്തിൽ ചെന്നപ്പം കരച്ചിലാണ്. ഞങ്ങളെല്ലാം ഒരു വണ്ടി എടുത്ത് അവരുടെ മൊബൈൽ ഫോൺ ട്രാക്ക് ചെയ്ത് ഞങ്ങളങ്ങ് പോയി. അപ്പോൾ ഞാൻ ആ കൂടെ ഇല്ല, നമ്മുടെ ബന്ധുക്കൾ പോയി. അവരവിടെ ചെന്ന് അവർ തിരുവനന്തപുരത്ത് ചെന്നു. അപ്പോൾ പോലീസ് റിപ്പോർട്ട് ചെയ്തു ഇങ്ങനെ സംഭവം ഉണ്ട് ഞങ്ങളിങ്ങനെ. അപ്പോൾ അവരുടെ സഹായത്തോടു കൂടി ഈ പർട്ടിക്കുലർ സ്ഥലത്ത് ചെന്നപ്പം അത് ഇങ്ങനെ ആളുകൾ തിങ്ങി പാർക്കുന്ന, ഇവിടെയൊക്കെ എന്താ കോളനി എന്നൊക്കെ പറയുമോ, അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. ഈ പെൺകുട്ടി അപ്പനെ കണ്ടപ്പം ചാടി എഴുന്നേറ്റു, കരഞ്ഞു, വിഷമിച്ച് പറഞ്ഞു. പക്ഷേ അവൾ പറഞ്ഞതാണ് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം. ഞാൻ ഇവനെ ഇഷ്ടപ്പെട്ടു പോയി ഡാഡി എന്നോട് ക്ഷമിക്കണമെന്ന് പറയാം. അവൾ കരച്ചില്ല. ഞാൻ ഇവിടെ വന്നപ്പം ആ വീടും പരിസരമൊക്കെ അങ്ങോട്ട് കാരണം നല്ല വീട്ടിൽ ജീവിച്ച പെൺകുട്ടിക്ക് ഇവൻ്റെ ഈ ഷോ മാത്രമേ ഉള്ളായിരുന്നു. പാൻറ്റും ഷർട്ടും, അവനേതോ ഒരു സ്ഥാപനത്തിലെ സെയിൽസ്മാനായിരുന്നു, അതിൻ്റെ ഗമയൊക്കെ ഉള്ളായിരുന്നു. പക്ഷെ അവൻ വലിയ ആഷ്പിഷ് ഇംഗ്ലീഷും പറഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ കിടക്കാനൊരു പോലും ഇല്ല. അവൾ രാത്രി ഈ കുടിലിരുന്നാണ് നേരം വിളിപ്പിച്ചത്. അവൾ ഉറങ്ങിയിട്ട് പോലുമില്ല. എന്നിട്ട് അവൾ അപ്പനോട് പറഞ്ഞു, അപ്പം വിചാരിക്കും ഞാൻ അപ്പൻ്റെ കൂടെ അങ്ങനെയല്ല, അപ്പം പറ്റുമെങ്കിൽ എനിക്കൊരു ഫ്ലാറ്റ് ഇവിടെ വാടകയ്ക്ക് എടുത്തതാണ് ഞങ്ങൾക്ക് താമസിക്കാൻ.
അല്ലെങ്കിൽ ഒരു വീടും പറമ്പും മേടിച്ചതാണ്. അപ്പോൾ അപ്പം ചോദിച്ചു, എടി നീ എൻ്റെ കൂടെ പോന്നൂടെ, ഒരു 23 നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. അവൾ പറഞ്ഞില്ലപ്പാ, ഞാൻ അവനെ ഇഷ്ടപ്പെട്ടു പോയി, അവൻ്റെ നാട്യങ്ങളിലാണ് അവൻ്റെ പ്രവൃത്തി, ഞാൻ ഇഷ്ടപ്പെട്ടു പോയി, അതുകൊണ്ട് ഞാൻ ഇട്ടിട്ട് പോരുന്നില്ല. പിന്നെ അദ്ദേഹം അപ്പം തന്നെ ഇടപെട്ട് വീട്ടുകാരുമായിട്ട് സംസാരിച്ച് അവർക്ക് 2 ബെഡ്റൂം ഒരു ഫ്ലാറ്റ് വാടകയ്ക്ക് എടുത്തു കൊടുത്തു. അത് തിരുവനന്തപുരത്ത്. ഇവർക്ക് ജോലി എറണാകുളത്തും, വീട് ആലുവയില്ല. പിന്നീട് ആലുവയിലൊരു ഫ്ലാറ്റ് വാടകയ്ക്ക് എടുത്തു. അതിനുശേഷം രണ്ടിനെയും പണം മുടക്കി വിദേശത്ത് വിട്ടു. അതാ അപ്പൻ അത്ര ഉയർന്ന് ചിന്തിച്ചുണ്ട്. കാരണം അപ്പൻ തലേദിവസം കൊല്ലുമെന്നും പറഞ്ഞ് പോയ ആളാണ്. പക്ഷേ മോടെ ഒരു കരച്ചിൽ അയാൾ വീട്ടു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, യുവാക്കളെ സംബന്ധിച്ചിടത്തോളം തെറ്റുകൾ പറ്റാം. അപ്പോൾ നമ്മളങ്ങ് ഓട്ടോമാറ്റിക് സ്റ്റാൻഡിൽ അതിനെ ഫേസ് ചെയ്യരുത്. നമ്മൾ മുതിർന്നവരല്ലേ, ചാഞ്ഞും ചെരിഞ്ഞും കൊടുക്കണം, വിട്ടുവീഴ്ചകൾ ചെയ്യണം. അല്ലാതെ അവരിപ്പം നല്ല അന്തസ്സായിട്ട് ജോലി ജീവിക്കുന്നു. പക്ഷെ ആ ഒരു അവിടെ ചെന്ന് കണ്ട സിറ്റുവേഷൻ, പോലീസ് ഓഫീസേഴ്സ് ഉൾപ്പെടെ ചെന്നപ്പോൾ സിറ്റുവേഷൻ, അത് അവർ പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്കിവിടെ ചിങ്ങാനത്തൊരു സംഭവം അറിയാം. ഒരു പെൺകുട്ടി, എൻജിനീയറിങ് പെൺകുട്ടി പോയിട്ട് 3 മാസം കഴിഞ്ഞ് കയറി വരുമ്പം കീറിപ്പറഞ്ഞ ഡ്രസ്സ് നോക്കിയിട്ട് വീട്ടിൽ കയറി വരിക. അപ്പനും അമ്മയും അവരെ സ്വീകരിച്ചു, അവളെ ചികിത്സിച്ചു, ഇടുക്കിയാക്കി. അവളിപ്പം കാനഡയിലാണ്. അവളെ വേറെ കെട്ടിച്ചു, ഒരു കാത്തലിക് ബോയ് കെട്ടി, സന്തോഷമായിട്ട് ജീവിക്കുക. എന്ന് വെച്ചാൽ തിരിച്ചടികളുണ്ടാകുമ്പോൾ അവധാനതയോടെ അതിനെ നേരിടണമെന്നും, അത് യുവാക്കളെ തള്ളിക്കളഞ്ഞുകൊണ്ടല്ല, അവരെ കൂടെ നിർത്തിക്കൊണ്ട് വേണമെന്നും പറയാൻ വേണ്ടി ഞാൻ ഈ 2 കഥകൾ പറഞ്ഞത്. ഒരു കാര്യം ഞാൻ പറയാം, കുഞ്ഞുങ്ങളൊക്കെ കാര്യങ്ങളെല്ലാം വലിയ കാര്യങ്ങളൊക്കെ അവർ സംസാരിക്കും, വലിയ അറിവുമുണ്ട് അവർക്ക്. പക്ഷേ പ്രായോഗിക പരിചയം നമുക്കാണ്. നമ്മളാ വിട്ടുവീഴ്ച ചെയ്യേണ്ടത്, ക്ഷമിക്കേണ്ടത്, കരുതലോടെ കാത്തു പരിപാലിക്കുക. അപ്പോൾ ഞാൻ ഓർക്കുക, ആ മനുഷ്യൻ, ഇത് എൻ്റെ അടുത്ത റിലേറ്റീവ് ആയിട്ട് ഞാൻ പേര് പറയാതെ, ആ മനുഷ്യൻ ആ മകളെ കല്യാണത്തിൻ്റെ തലേദിവസം ഒളിച്ചോടിയ പാർട്ടിയെ കണ്ടു കിട്ടുമ്പം അവളുടെ കരച്ചിൽ കാണുമ്പോൾ കൂടെ കരയുന്ന അപ്പൻ, എന്നിട്ട് പോലീസ് ഓഫീസർമാരും അവരുടെ വീട്ടുകാരും ഒക്കെ ആയിട്ട് ചർച്ച ചെയ്ത് അന്ന് തന്നെ അവൾക്ക് നല്ലൊരു ഫ്ലാറ്റ് വാടകയ്ക്ക് എടുത്ത് കൊടുക്കുന്നു. ഫർണിഷ്ഡ് ഫ്ലാറ്റ്, മോർ ഓവർ ക്ലോത്ത്സ്, എവറിത്തിങ്, സം ക്യാഷ്, ഓർണമെൻറ്റ്സ് എല്ലാം കൊടുത്ത് സിറ്റ് ഡൗൺ ചെയ്തു. നമ്മുടെ മനസ്സ് വലുതാകണം. നമ്മൾ ഈ കുഞ്ഞുങ്ങളെ, യുവാക്കളെ അല്ലെങ്കിൽ കുട്ടികളെ ആയിട്ട് സംസാരിക്കുമ്പം അവർ അഡമൻ സ്റ്റാൻഡ് എടുക്കുമ്പം ഒപ്പത്തിനൊപ്പം നിൽക്കാതെ അവധാനതയോടെ അത് കൈകാര്യം ചെയ്യാൻ. ആവശ്യമെങ്കിൽ കൗൺസിലിങ്ങിന് പോകണം. കൗൺസിലിങ്ങിന് പോകുക എന്ന് പറഞ്ഞിട്ട് മനോരോഗത്തിൽ ചികിത്സിക്കാവുന്ന ആളുകളുടെ അതൊന്നുമല്ല. അവൻ്റെ മനസ്സിൽ വന്ന് കയറിയിരിക്കുന്ന ആ ഒരു ധാരണ, അത് ശരിയാണോ തെറ്റാണോ എന്ന് ശാസ്ത്രീയമായി അവനെ ബോധ്യപ്പെടുത്തുകയും നമുക്ക് ചിലതിങ്ങനെ തിരുത്താൻ പോയിട്ട് പേരൻസ് തിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു കേസിൽ ഒരു പെൺകുട്ടി വിവാഹം ഒഴിവാക്കാൻ വേണ്ടി അപ്പനും അമ്മയും പെങ്കൊച്ചും കൂടെ കോട്ടയത്തെ ഒരു പ്രശസ്തമായ കൗൺസിലിംഗ് സെൻറ്ററിൽ പോയി. സിസ്റ്റേഴ്സ് നടത്തുന്ന കൗൺസിലിംഗ് സെൻറ്ററാണ്, വളരെ പ്രശസ്തമാണ്. അവിടെ കൗൺസിലിംഗ് നടത്തിയപ്പോൾ അവസാനം ആ പെണ്ണിൻ്റെ സ്റ്റാൻഡാണ് ശരിയെന്ന് അവർ കണ്ടുപിടിച്ചു. അപ്പനും അമ്മയും തെറ്റി. അങ്ങനെ സംഭവിക്കുന്നുണ്ട് കേട്ടോ. നമുക്കും തെറ്റ് പറ്റാം, അവർക്ക്. എന്തായാലും സമൂഹത്തെ ഒന്നായി കെട്ടിപ്പിടിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. എൻ്റെ ഫേസ്ബുക്കിൽ എൻ്റെ ഫോട്ടോ മാറിപ്പോയിട്ടുണ്ട്. അതായത് ഞാനൊരു ബൂസ്റ്റ് ചെയ്യാവുന്ന ചോദിച്ചിരുമ്പോൾ ഞാൻ ചുമ്മാ നീക്കിയത്. ബൂസ്റ്റ് നടക്കുന്നുമില്ല, പക്ഷേ എൻ്റെ ഫോട്ടോ മാറി വേറൊരു പേരിലാണ് വന്നത്. സൈമൺ വർഗീസിനാണ് കിടക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. സൈമൺ വർഗീസ് പേരുണ്ട്. ഞാനത് ശരിയാക്കാൻ വേണ്ടി എക്സ്പെർട്ടിനെ നോക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ ആ ഫോട്ടോ ഇല്ലാത്തൊരു സൈമൺ വർഗീസാണ് ഇപ്പോൾ വരുന്നത്. പക്ഷേ വീഡിയോ ഒക്കെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. ഫേസ്ബുക്കിൽ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ ഇറ്റ്സ് മീ സൈമൺ യൂട്യൂബ് ചാനലിലുണ്ട് ഇത്. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലുണ്ട്. പിന്നെ റീൽസായിട്ട് അത് കമ്പനി പ്രൊമോട്ട് ചെയ്ത് വിടുന്ന റീൽസ് അതും വരുന്നുണ്ട്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. പ്രൈസ് അവർ ഗോഡ്.